ഷിലോ ബേബിയുടെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരു റേസ് ആൻഡ് ചെക്ക് എന്ന് പറഞ്ഞൊരു തീമാണ് നമ്മൾ സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ നമ്മൾ ബർത്ത്ഡേ ബോയ് വരികയാണ് ഗായ്സ്. അന്ന് പിന്നെ അവൻ്റെ ഡേ ആണല്ലോ, സോ അവനങ്ങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു അത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ സമയത്ത് ആൾ കുറച്ചുകൂടി കുഞ്ഞായതുകൊണ്ട് ഒരുപാട് ക്രൗഡൊക്കെ കാണുമ്പോഴത്തേക്ക് അവനൊരു ഓക്വേർഡ് ഫീലിംഗ് പോലെ ഉണ്ടായിരുന്നു. നമ്മളുടെ ഭയങ്കരമായിട്ട് നമ്മളെ ഹഗ് ചെയ്തൊക്കെ ഇരിക്കുമായിരുന്നു അവൻ. പക്ഷേ സെക്കൻഡ് ബർത്ത്ഡേ ആയപ്പോഴത്തേക്ക് അവൻ കുറച്ചുകൂടി ഭയങ്കര മെച്യൂർഡായി. അത് മാത്രമല്ല, സെക്കൻഡ് ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ മാത്രമേ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ആ ഫേസസൊക്കെ അവന് കുറച്ചുകൂടി ഫെമിലിയർ ആയതുകൊണ്ടും ആകാം അവൻ ഭയങ്കര കംഫർട്ടായിരുന്നു, ഭയങ്കര ജോളിയായിരുന്നു. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കാർഡ്സ് ബോൾസിൻ്റെ ഒക്കെ തീം ആയതുകൊണ്ട് അതൊക്കെ ഇങ്ങ് തരുമോ എന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ അതേ അച്ചാച്ചനെയും കൂടെ തിരക്കുന്നുണ്ട്. സോ അവനവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫൈനൽ സെറ്റിംഗ് ആയിട്ടുള്ള നമ്മൾ കേക്കും കൂടി സെറ്റ് ചെയ്തു. കാരണം കേക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മെൽറ്റ് ആവുന്നത് കൊണ്ട് ഫൈനലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മൾ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ ഗ്യാദറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരോടും ഒരു 5 o'clock പറഞ്ഞെങ്കിലും എല്ലാവരും വന്നപ്പോഴത്തേക്ക് ഒരു 6 ആയി. പക്ഷെ അത് നമ്മൾ വിചാരിച്ച ടൈം തന്നെ ആയിരുന്നു. കാരണം ഒന്ന് സൺലൈറ്റൊക്കെ ഒന്ന് പോയി ആ ഒരു ടൈം ആകുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളാണ്. ദേ ഈ വരുന്നത് അവൻ്റെ ആൻറ്റിയാണ്, കുമാരി ആൻറ്റിയാണ് ആ വരുന്നത്. പിന്നെ അന്നക്കുട്ടി അവൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ നെയ്ബറാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇടയ്ക്കൊക്കെ കളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും വരുന്നതൊക്കെ നോക്കി അച്ചച്ചനും ദിജേട്ടൻ്റെ ഫാദറും എല്ലാവരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതേ ആ ഫോട്ടോ സെക്ഷനിൽ നിൽക്കുന്ന എൻ്റെ 2 ബെസ്റ്റീസാണ്. ഒരാൾ വയനാട്ടിൽ നിന്ന് എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് 12 hour ജേർണിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കാണുന്നത് തന്നെ അവളെയാണ്. സോ ഭയങ്കര സർപ്രൈസാണ്. വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ആൻഡ് എവർ ടൈം ചെറിഷ് ആയിട്ട് എനിക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയൊരു ഗിഫ്റ്റാണത്, അവളുടെ ഒരു പ്രസൻസ്. പിന്നെ ഏട്ടൻ്റെ കസിൻ സിസ്റ്റർ എല്ലാവരും ഫോട്ടോ സെക്ഷനായിരുന്നു. ഇനി കുറച്ച് ഓൺ വോയിസ് കേൾക്കാം. ഇവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ 2 വർഷമായി ഈ കുട്ടിക്കുറുമ്പ് ഞങ്ങൾ കൂടെ കൂടിയിട്ട്. അല്ലേടാ, അവന് കേക്ക് കട്ട് ചെയ്തോളാം വയ്യ ഗൈസ്. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ എല്ലാവരും കൂടി? അപ്പൂസിനോട് ഞാൻ ലൈറ്റർ എടുക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ ഷിലോ ബേബിക്കാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ എന്നുള്ള ക്ഷമയില്ലായിരുന്നു. വേഗം എല്ലാവരും വിളിക്കുമായിരുന്നു, ബാബാ ഞാൻ വേഗം കേക്ക് കട്ട് ചെയ്യട്ടെ. അവനാണെങ്കിൽ കേക്ക് കണ്ടപ്പോൾ തൊട്ട് കഴിച്ചോളാനേ വയ്യ. അങ്ങനെ അവിടെ നിന്നിട്ട് അമ്മമ്മ, അച്ചച്ച, നാനി എല്ലാവരും വാ 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 എന്ന് പറയായിരുന്നു. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമുക്കറിയാമല്ലോ, നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വന്നിട്ട് കട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കുറച്ച് എനിക്ക് 3 ബെസ്റ്റ് ഫ്രണ്ട്സാണുള്ളത്. ഒന്ന് അദ്വൈത, ഒന്ന് ഫർസു, ഒന്ന് അനഘ. അപ്പം അവർ 3 പേരും കൂടി വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അനഘയ്ക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ അവൾ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവളെയും കൂടി നമ്മൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മളെല്ലാവരും കൂടി ഗ്യാദറായിട്ട് നിന്ന് കേക്ക് കട്ട് ചെയ്തു. അച്ചച്ചന് കുറച്ച് വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. എന്നിട്ടും അച്ചച്ചൻ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ നിന്നുകൊണ്ട് അച്ചച്ച വാ എന്ന് പറയുമായിരുന്നു, വേഗം വരൂ എന്നുള്ളൊരു ഇതിൽ. പിന്നെ അവനാണെങ്കിൽ പൊതുവേ ഇൻ കേസ് ഇപ്പം അവൻ ആരെങ്കിലും കേക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും അവന് എന്താ പറയുക, നമുക്കെല്ലാവർക്കും തരാൻ പറയും. അടുത്ത് ആരൊക്കെ നിൽപ്പുണ്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറയും, അവന് പേരറിയാമെങ്കിൽ. സോ അതാണ് ആദ്യം തന്നെ അച്ഛ എന്ന് കാണിച്ചത്. അതേപോലെ തിരിച്ചും അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഓരോരുത്തരൊക്കെ ആയിട്ട് വന്ന് ഷിലോ ബേബിക്ക് കേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. നമുക്ക് ബർത്ത്ഡേക്ക് ജസ്റ്റ് കേക്ക് കട്ടിങ് സെറമണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ബട്ട് എല്ലാം നമ്മൾ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് അവരൊക്കെ ആയിട്ട് കാര്യം പറയാനും, നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 2 months ബാക്ക് തൊട്ടേ ഞാനും എൻ്റെ കസിൻസും ഫ്രണ്ട്സും എല്ലാം കൂടി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, ഡാൻസ് മ്യൂസിക്കൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം ഗസ്റ്റിനോട് പോയി മിങ്കിൾ ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, അന്ന് വളരെ ക്ലോസ് ആയിട്ടുള്ളവരോ ആയിരുന്നില്ല, കുറച്ചുകൂടി നമ്മൾ വൈഡായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരെയും എൻഗേജ് ആക്കി ഇരുത്തണമല്ലോ. സോ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ വട്ടം നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ഓർഗനൈസ് ചെയ്തത്. നമ്മൾ വീട്ടിൽ തന്നെ നമ്മളൊരു തീം സെറ്റ് ചെയ്ത് അങ്ങനെ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു സ്പേസ് കിട്ടി കാര്യം പറയാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഒരു വളരെ വളരെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഈവനിങ് ആയിരുന്നു അന്ന്. എല്ലാവരും വന്ന ഗസ്റ്റുകളായാലും എല്ലാവരും നന്നായി എൻജോയ് ചെയ്തെന്നാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം ഫോട്ടോ സെക്ഷനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നമ്മളെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്തു. പിന്നെ ഒരു ഫുഡിൻ്റെ സെക്ഷൻ ഒരു 7 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഫുഡിൻ്റെ ആണ്. പിന്നെ ഫൈനലി എല്ലാവരും കഴിക്കാനൊക്കെ ആയിട്ടിരുന്നു. അപ്പം കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നവർക്കാണ് നമ്മൾ ആദ്യമേ സെർവ് ചെയ്തത്, കാരണം അവർക്ക് കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നല്ലോ. അപ്പം അവരാദ്യമേ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവരും ഫൈനലി കഴിച്ചു. അപ്പോൾ ഒരു അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഇനിയും ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.